ഇന്നത്തെ റെസിപ്പി ഒരു എഗ് റോസ്റ്റിൻ്റെയാണ്. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും അതുപോലെ ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് സാധാരണ മുട്ടക്കറിയിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ 2 മുട്ടയാണ് റോസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 1-2 എണ്ണം നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി എടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അല്പം കറിവേപ്പിലയാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇത് വഴറ്റിയെടുക്കാം. പാത്രം ചൂടാക്കി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില ചേർക്കാം. സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ സവോള അത്യാവശ്യം വാടിയിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവോള പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിഞ്ഞിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളി പാകത്തിന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ കറി മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മുട്ടയൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ മുട്ടയുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണ ചൂടാക്കില്ലേ കടുക് വറക്കാൻ, ആ സമയത്ത് 2 നുള്ളു മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. മുട്ട ഇപ്പോൾ അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കറിക്ക്. വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിയിൽ എല്ലാം കൂടി 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റോസ്റ്റ് ആകുമ്പം കുറച്ച് വെള്ളം മതിയല്ലോ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. എന്നിട്ട് അവസാനമായിട്ട് ഒരു 2 നുള്ളു കുരുമുളക് പൊടിയൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. എരിവ് പോരാൻ തോന്നുവാണെങ്കിൽ അല്പം കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. താങ്ക്